ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. സോ പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പോർഷനിലോട്ടാണ് പോകുന്നത്. പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറയുന്ന ഈ പോർഷനിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് തീരുമ്പോൾ ഈ മോഡ്യൂൾ കഴിയും. ഓക്കെ, ഈ പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറയുന്ന പോർഷനോടുകൂടി നമ്മുടെ ഈ മോഡ്യൂൾ കഴിയുകയാണ്. സോ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ 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 ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ഇതിൽ നിന്ന് വരുന്ന ഈ നിങ്ങളുടെ എക്സാമിന് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കാണും, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കാണും, ദെൻ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കാണും. ഈ ലെവൽ ഓഫ് എല്ലാ മാർക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 1. സോ ഈ പോർഷൻ കഴിയുമ്പോൾ ഞാനൊരു എക്സാം നടത്തും. സോ ബി പ്രിപ്പയർഡ് വിത്ത് ഇറ്റ്. ഞാൻ എന്നും പറയുന്ന പോലെ അന്നുള്ള പോർഷൻ അന്നു തന്നെ പഠിച്ചു പോകാം. വളരെ കുറച്ചേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ പ്രോഗ്രാം പ്ലാനിങ് എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഹൗ വി നീഡ് ടു പ്ലാൻ. ഓക്കെ, എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്? ഇപ്പോൾ പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രോഗ്രാം എഴുതിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വളരെ ഒരു 10 ലൈൻസ് ഓഫ് കോഡ് എഴുതേണ്ട ഒരു പ്രോഗ്രാം നിങ്ങൾ പ്ലാൻ ചെയ്യാതെ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 50 ലൈൻസ് ഓഫ് കോഡ്, 50 ലൈൻസ് ഓഫ് കോഡിൽ എഴുതി വെക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ 10 കോഡ് എഴുതേണ്ട സ്ഥാനത്ത് 50 കോഡ് എഴുതുന്ന അങ്ങനെ ഒരു അവസ്ഥ വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാനും, അപ്പോൾ ഈ 50 കോഡായിട്ട് അത് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള എറേഴ്സും കാര്യങ്ങളും എല്ലാം കൂടും. സോ എല്ലാത്തിനെയും ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ നമ്മുടെ പ്രോഗ്രാമിനെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് വി നീഡ് ടു പ്ലാൻ എവറി പ്രോഗ്രാം സിസ്റ്റമാറ്റിക്കലി. Okay, so what is the purpose of program planning? So to write a correct program, a programmer must write each and every instruction in the correct sequence. അപ്പോൾ നമ്മളൊരു കറക്റ്റ് പ്രോഗ്രാം എഴുതാൻ വേണ്ടി ഒരു പ്രോഗ്രാമർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നിന് ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ ആ പ്രോഗ്രാമിലെ ഓരോ ഇൻസ്ട്രക്ഷനും കറക്റ്റ് സീക്വൻസിൽ തന്നെ ഓർഡർ ചെയ്തിരിക്കണം. ഇപ്പം 4ാമത് നടക്കേണ്ട കാര്യം നമ്മൾ 1ാമത് എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ 1ാമത് നടക്കേണ്ട കാര്യം നമ്മൾ 10ാമത് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നിന് ശേഷം മറ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ കറക്റ്റ് സീക്വൻസിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ വി മസ്റ്റ് റൈറ്റ്. ഓക്കെ, അതാണ് ഒരു പ്രോപ്പർ കറക്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈ ഇൻസ്ട്രക്ഷനെ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കുന്ന അല്ലെങ്കിൽ കറക്റ്റ് സീക്വൻസിലാക്കുന്ന എന്തിൻ്റെ ബേസിലാണെന്ന് അറിയാമോ? നമ്മുടെ ലോജിക്കിൻ്റെ ബേസിലാണ്. ഓരോ പ്രോഗ്രാമിനും ഓരോ ലോജിക്ക് കാണും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നോട് പറയുകയാണ് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് വേറൊരു നമ്പറെ കൊണ്ടുവന്നു, 2 നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടണം. ഇതാണ് എനിക്കുള്ള പ്രോബ്ലം. ഓക്കെ, 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടണം. അപ്പം നമ്മൾ വെറുതെ നമ്പേഴ്സ് ആഡ് ചെയ്ത് വി ക്യാൻ ഡു ഇറ്റ് മാനുവലി. അതല്ല, നമ്മൾ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സിസ്റ്റം ചെയ്യണം. സോ ഹൗ വി ക്യാൻ ടീച്ച് ദ സിസ്റ്റം? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ഈ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ നമുക്കങ്ങ് എടുക്കാൻ പറ്റില്ല. നമ്മൾ സിസ്റ്റത്തിൽ 2 വേരിയബിൾസിലോട്ടാണ്, അതായത് എക്സ് വൈ എന്ന് പറയുന്നത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ? എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസിലോട്ടായിരിക്കും നമ്മൾ ആദ്യം ഈ നമ്പേഴ്സ് ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി ഈ നമ്പർ 2 വേരിയബിൾസിലോട്ട് ആഡ് ചെയ്യാതെ നമുക്ക് ഒരു വേരിയബിൾ ഈക്വൽ ടു ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തും എടുക്കാൻ പറ്റും. എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മൈ ലോജിക്. ഓക്കെ, ആർക്കും നോക്കിയാലും മനസ്സിലാകുന്ന തരത്തിൽ എൻ്റെ ലോജിക്ക് ഇതാണ്. ഈ 2 വേരിയബിൾസ് എടുക്കുന്നു, 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നു. ആ 2 വേരിയബിൾസിലോട്ട് ഓരോ വേരിയബിളിലും ഓരോ നമ്പർ റീഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്നും വൈ ഈസ് ഈക്വൽ ടു 8 എന്നും റീഡ് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഞാൻ മറ്റൊരു വേരിയബിൾ സി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടേക്കും സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്യുന്നു.
അപ്പോൾ എന്താണ് സിയുടെ വാല്യൂ ഫൈനലി നമുക്ക് എന്തെന്ന് കിട്ടും 13 എന്ന് കിട്ടും. 8 + 5 13 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് എൻ്റെ ലോജിക്ക്, ഇങ്ങനെയാണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രാമേഴ്സ് ഓരോ പ്രോബ്ലത്തിനും ഓരോ വേ ഓഫ് സൊല്യൂഷനുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രാമറാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാനിപ്പോൾ 2 രീതിയിൽ ചിന്തിച്ചു അല്ലേ. വെറുതെ ഞാൻ C = 8 + 5 എന്ന് എഴുതിയാലും എനിക്ക് റിസൾട്ട് കിട്ടും. അല്ല, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ C = 8 + 5 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ 8 + 5 എന്ന് പറയുന്ന നമ്പേഴ്സ് മാത്രമേ എനിക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോഗ്രാം എടുത്ത് ജസ്റ്റ് ഔട്ട്പുട്ട് മാത്രം, അതായത് എക്സിക്യൂട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു യൂസറിന് വന്ന് പിന്നെ ആ നമ്പേഴ്സ് അല്ലാതെ വേറൊരു നമ്പേഴ്സ് കൊണ്ട് എനിക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് വഴിയാണെങ്കിൽ എന്താണ്, അയാളുടെ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തായിരിക്കും, എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം, 5. എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ 8 എന്ന് കൊടുക്കുന്നു. അപ്പം ടോട്ടൽ = അവർ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത് 13 ആയിരിക്കും. ഇനി അടുത്ത ഒരാൾ വന്ന് വീണ്ടും എക്സിക്യൂട്ട് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് ചോദിക്കുന്നു. So 10, enter your second number 20, then the result എന്താണ് 30 ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായി. അപ്പം ആദ്യത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താലും 8 + 5ൻ്റെ റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് വെച്ചാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂസേഴ്സ് അവർക്ക് വേറെ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ജസ്റ്റ് പ്രോബ്ലം തരുന്നത് എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്ന് മാത്രമാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രാമേഴ്സ് വ്യൂ ഹി ക്യാൻ ഡിസൈഡ് ദ ലോജിക്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അതിൻ്റെ ലോജിക്ക് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ആയിട്ട് കണക്കാക്കണ്ട. ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ അതിനെ ഒന്ന് ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്ക് സ്വയം ചിന്തിക്കണം. അല്ലാതെ നമ്മളെ വെബ്സൈറ്റിലും അല്ലാതെ ഇപ്പം പഴയ സീനിയേഴ്സ് എഴുതിയ പ്രോഗ്രാമൊക്കെ എടുത്താൽ അത് അവരുടെ ലോജിക്കായിരിക്കും. ഡു നോട്ട് എവർ സ്റ്റിക്ക് ഓൺ ടു അനദേഴ്സ് ലോജിക്. ഒരിക്കലും മറ്റൊരാളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ സ്വയം ലോജിക്ക്, ഒരു പ്രോബ്ലത്തിന് ഇന്ന വേ ഓഫ് സൊല്യൂഷനാണ് ഞാൻ പറയുന്നതെന്ന് പറയാനുള്ള, ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് പ്രോഗ്രാം. അപ്പം ആ ലോജിക്കൽ സീക്വൻസിൽ ഹൗ വി ആർ റൈറ്റിംഗ് ദ പ്രോഗ്രാംസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ നമ്മൾ സിമ്പിളായിട്ട് ലോജിക്ക് നല്ല കറക്റ്റ് ഓർഡറിൽ ഇൻസ്ട്രക്ഷൻസിനെ കറക്റ്റ് സീക്വൻസിൽ നമുക്ക് ആക്കുകയാണെങ്കിൽ വി ക്യാൻ റീച്ച് ദ സൊല്യൂഷൻ വെരി ഈസിലി. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് ലോജിക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രോപ്പർ സീക്വൻസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ വി ക്യാൻ അറ്റൈൻ ദ സൊല്യൂഷൻ വെരി ഈസിലി. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ആ ഒരു ഓർഡറിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി വി മസ്റ്റ് പ്ലാൻ. ഓക്കെ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നതിന് മുന്നേ ദർ ഷുഡ് ബി എ പ്ലാൻ. ഇന്നതിന് ശേഷമായിരിക്കണം ഇന്നത് നടക്കേണ്ടത്. അപ്പോൾ ഇന്ന കാര്യം നടത്താനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു പ്രോപ്പർ പ്ലാനിങ് നമ്മുടെ മനസ്സിൽ വേണം. ഇനി ആ പ്ലാനിങ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രോബ്ലം. ഇപ്പം 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആകരുത്. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രോബ്ലം ആൻഡ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ആ കറക്റ്റ് സീക്വൻസിൽ എഴുതിയെടുക്കുന്നതാണ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എന്താണ് ഒരു അൽഗോരിതം? ഓക്കെ, ഇനി നമ്മളിപ്പോൾ പർപ്പസ് ഓഫ് പ്ലാനിങ് പ്രോഗ്രാം പ്ലാനിങ് കഴിഞ്ഞു. ഇനി എന്താണ് അൽഗോരിതം? ഓക്കെ, സോ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ലോജിക്കാണ്. അൽഗോരിതം റിഫ്ലക്ട്സ് ദ ലോജിക് ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, ഒരു അൽഗോരിതം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കാണ് നമുക്ക് പിടികിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്സ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ടു അറൈവ് അറ്റ് ദ സൊല്യൂഷൻ.
ഓക്കെ, ഗിവൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കാണ് നമുക്ക് അൽഗോരിതത്തിലൂടെ കിട്ടുന്നത്. മനസ്സിലായ? അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ലോജിക്കാണ്. ആ ലോജിക്ക്, ആ ഒരു ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലത്തിനെ നമുക്ക് പ്രോഗ്രാം ആക്കണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് we should make an algorithm that will definitely describe the step by step procedure which has to reach to the solution of the problem. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് എന്ത് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു അൽഗോരിതം ആകുന്നതിന് ഒരു അൽഗോരിതം ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നെയായിരിക്കും. സോ മെയിൻലി അത് കുറച്ച് കഴിഞ്ഞ് പറയാം. ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യസ്. ഓക്കെ, പ്രിസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, അതായത് ഓരോ അൽഗോരിതത്തിലെ ഓരോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കരുത് അതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷനും. വളരെ ചെറിയ പാർട്ട് ചെയ്യുന്നതായിരിക്കണം ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ആംബിഗ്യസ്, അൺആംബിഗ്യസ് ആയിരിക്കണം. അതായത് ഒരു ഡൗട്ട്ഫുൾ ആകാൻ പാടില്ല ഓരോ ഇൻസ്ട്രക്ഷനും. ഒരു ഡൗട്ട്ഫുൾ ആകാത്ത രീതിയിൽ വളരെ ചെറിയ കാര്യം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം ഒരു അൽഗോരിതത്തിലെ ഓരോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ആൻഡ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ ഫൈനൈറ്റ് ടൈം. ഈ ഇൻസ്ട്രക്ഷൻ എന്താണ്, എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷനും. Okay, and another thing, one or more instruction should not be repeated infinitely. ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു അൽഗോരിതത്തിൽ ഒരിക്കലും അതിനൊരു ചാൻസ് ഉണ്ടാവരുത്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതിയാൽ അതിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. സോ അതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് പിന്നെയും ഉപയോഗിക്കണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അൽഗോരിതത്തിനെ മാറ്റി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എഴുതുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അൽഗോരിതം എപ്പോഴെങ്കിലും അത് അവസാനിച്ചിരിക്കും. ഈ അൽഗോരിതം എപ്പോഴും ഇങ്ങനെ റെക്കറിങ് ആയിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, so after performing the instruction, that is after the algorithm terminates, the desired results must be obtained. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? we should achieve the ഔട്ട്പുട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അത് നമുക്ക് കിട്ടിയിരിക്കണം. അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ അൽഗോരിതം എയിം ചെയ്യേണ്ടതും അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതും. സോ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ വി മസ്റ്റ് ഡെഫിനറ്റ്ലി ഒബ്റ്റെയിൻ ഓർ അറ്റെയിൻ ദ റിസൾട്ട് ഓർ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 4 കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു സാമ്പിൾ അൽഗോരിതം കാണിച്ചു തരാം. ഇപ്പം വിചാരിക്കുക നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഓക്കെ, there are 50 students in a class who appeared in their final examination. ഓക്കെ, ഒരു ക്ലാസ്സിലെ 50 സ്റ്റുഡൻസ് ഒരു ഫൈനൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു. ഓക്കെ, ടേം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു. ദ മാർക്ക് ഷീറ്റ്സ് ഹാവ് ബീൻ ഗിവൺ ടു യു. നിങ്ങൾക്ക് അവരുടെ മാർക്ക് ഷീറ്റ് കയ്യിലുണ്ട്. ഓക്കെ, the division column of the mark sheet contains the division obtained by the student. അതായത് ഈ മാർക്ക് ഷീറ്റിൽ 50 പേര് നിങ്ങളുടെ കയ്യിൽ മാർക്ക് ഷീറ്റ് ഇരിക്കുകയാണ്. 50 പേരുടെ പേരുണ്ട്, അവരുടെ മാർക്സ് ഉണ്ട്. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡിവിഷൻ എന്ന് പറയുന്ന കോളമാണ്. ആ കോളത്തിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്? ഓരോ സ്റ്റുഡൻറ്റും ഏത് ഡിവിഷനിലാണ്, അതായത് ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, തേർഡ് ക്ലാസ് ആണോ, അതോ ഫെയിലാണോ എന്നാണ് ഈ ലാസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന കോളം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ പ്രോബ്ലം?
write an algorithm to calculate and print the total number of students who passed in first division. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ കുട്ടികളുടെ എണ്ണം പ്രിൻ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്, അവർ പ്രിൻ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഹൗ വി ക്യാൻ മേക്ക് ദിസ് പ്രോബ്ലം ഇൻ ടു ആൻ അൽഗോരിതം. ഇതിനെ നമുക്ക് എങ്ങനെ അൽഗോരിതമായിട്ട് മാറ്റാൻ കഴിയും? എക്സാമ്പിളാണിത്. ഇത് നോക്കൂ, ഇപ്പം നമ്മൾ 8 സ്റ്റെപ്പ് വെച്ചാണ് ഞാൻ അൽഗോരിതം എഴുതിയിരിക്കുന്നത്. ഓക്കെ, 8 സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ഇനിഷ്യൽ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ ആൻഡ് ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് ടു 0. അപ്പം നമ്മൾ എന്താ സാധാരണ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോന്നായിട്ട് എടുത്ത് നോക്കിയിട്ട് അത് ഫസ്റ്റ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഇപ്പം 50 കുട്ടികളുണ്ട് അല്ലേ, 50 പേരെ നമ്മൾ പാസ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരെണ്ണം വെക്കണം ഈ 50 പാസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്യണം അല്ലേ. അപ്പോൾ 2 വേരിയബിളാണ് വേണ്ടത്. എന്തിനാണ്? ഒന്ന് നമ്മുടെ ടോട്ടൽ എല്ലാവരെയും ചെക്ക് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും, പിന്നെ ഫസ്റ്റ് ആണ് എങ്കിൽ അതിന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും. ഓക്കെ, സോ അതിനെയാണ് ആദ്യമായിട്ട് നമ്മൾ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എത്ര ഒരാൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഈ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് എന്ന് പറയുന്നത് 50 ആകുന്നോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ആയാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന് വേണ്ടിയാണ് ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. രണ്ടും നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്തു? 0 ആക്കി വെച്ചു. ഓക്കെ, ഇനി ടേക്ക് ദ മാർക്ക് ഷീറ്റ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു. ടേക്ക് ദ മാർക്ക് ഷീറ്റ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്. അതാണ് നമ്മൾ സ്റ്റെപ്പ് 2. ഓക്കെ, ചെക്ക് ഡിവിഷൻ കോളം ഓഫ് ദ മാർക്ക് ഷീറ്റ് ടു സീ ഇഫ് ഇറ്റ് ഈസ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കുട്ടിയെ എടുത്ത് ഡിവിഷൻ കോളത്തിൽ ഫസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. നോ. ഇഫ് നോ, ഗോ ടു സ്റ്റെപ്പ് 5. ഓക്കെ, ഗോ ടു സ്റ്റെപ്പ് 5 ആണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ആഡ് 1 ടു ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ്. സ്റ്റെപ്പ് 5 കണ്ടോ? ആഡ് 1 ടു ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ്. അതായത് ഒരാൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പം അങ്ങനെയല്ല. മാർക്ക് ഷീറ്റ് ഫസ്റ്റ് ആണ്, ആ കോളം വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം സ്റ്റെപ്പ് 5ലോട്ടാണോ? അല്ല, സ്റ്റെപ്പ് 4ലോട്ടായിരിക്കും പോകുന്നത് നമ്മൾ അൽഗോരിതം. സ്റ്റെപ്പ് 4 എന്താ എഴുതിയിരിക്കുന്നത്? ആഡ് 1 ടു. അപ്പം ഫസ്റ്റ് ആയി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന വേരിയബിൾ ഒന്ന് കൂട്ടണം അല്ലേ, ഒന്ന് കൂട്ടണം. സോ ആഡ് 1 ടു ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ. ഇനി അടുത്തത്, ഇപ്പം ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അത് കഴിഞ്ഞാലും നമ്മുടെ ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് അവിടെയും ഒന്ന് കൂട്ടണ്ടേ? വീണ്ടും സ്റ്റെപ്പ് 5 പോകും. ആഡ് 1 ടു ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ്. സോ ആ ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം വാല്യൂ ഫസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. സ്റ്റുഡൻറ്റ് ഒരാളുടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, അത് ഫസ്റ്റ് ആകാം അല്ലാതിരിക്കാം. ഫസ്റ്റ് ആണെങ്കിലും നമ്മൾ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന വേരിയബിൾ കൂടെ ഒന്ന് കൂട്ടി, ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് എന്ന് പറയുന്നത് ഒന്ന് കൂട്ടിയിരിക്കണം. കാരണം വി ഹാഡ് പാസ്ഡ് 1 സ്റ്റുഡൻറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റുഡൻ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് 6 എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഈ ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് എന്ന് പറയുന്നത് 50 ആയോ, എല്ലാം ചെക്ക് ചെയ്ത് അവസാനം 50 ആയോ എന്നാണ് നോക്കുന്നത്. 50 ആയെങ്കിൽ എന്താണ്? നമ്മൾ പ്രിന്റ് ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു, 50 ആയി. നമ്മൾ സ്റ്റെപ്പ് 7 പോകും. പ്രിന്റ് ടോട്ടൽ ഫസ്റ്റ് ഡിവിഷനാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അത് പ്രിന്റ് ചെയ്തു, സ്റ്റെപ്പ് 8 സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അല്ല, ഇഫ് ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് ഈസ് ഈക്വൽ ടു 50 അല്ല, ഇഫ് നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റെപ്പ് 2 പോയി നെക്സ്റ്റ് സ്റ്റുഡൻറ്റിനെ എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു, വീണ്ടും ഡിവിഷൻ കോളം ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്ന 1 ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് 1 ഇൻക്രീസ് ചെയ്യുന്നു. ഫസ്റ്റ് അല്ല എങ്കിൽ എന്താണ്? ടോട്ടൽ മാർക്ക് ഷീറ്റ്സ് ചെക്ക്ഡ് മാത്രം 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു.
ഓക്കെ. സോ ഇതാണ് അൽഗോരിതം എന്ന് വെച്ചാൽ. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നിന് ശേഷം മറ്റേതായിട്ട് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരുന്നത് ഈ പ്രോബ്ലമാണ്. ഓക്കെ. സോ ദർ ആർ 100 എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദ ഓർഗനൈസേഷൻ വാണ്ട്സ് to distribute annual bonus to the employees based on their performance. The performance of the employees is recorded in their annual appraisal forms. Every employee's appraisal form contains his or her basic salary and the grade for his or her performance during the year. The grade of 3 categories: A for outstanding performance, B for good performance, and C for average performance. It has been decided that the bonus of an employee will be 100% of the basic salary for outstanding performance, 70% of the basic salary for good performance, 40% of the basic salary for average performance, and 0 for all other cases. Write an algorithm to calculate and print the total bonus amount to be distributed by the organization. So ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ ഒരു അൽഗോരിതം ബിൽഡ് ചെയ്യുക. ഞാൻ പറയുന്നു, എവിടെയും റെഫർ ചെയ്യരുത്. read the problem 1 or 2 or 3 or 5 as per you need. ഓക്കെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകുന്ന അത്രയും പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ട് സ്വയം ഒരു അൽഗോരിതം എഴുതുക. നിങ്ങൾ കോപ്പി അടിച്ച് എഴുതിയാൽ തീർന്നു. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമും ഇനി സ്വയം ചെയ്യാൻ പറ്റില്ല. മിസ്സിൻ്റെ ആദ്യം തരുന്ന ഒരു വാക്കാണ്. ഓക്കെ. നിങ്ങൾ ഇതിനെ എങ്ങനെ ലോജിക്കലി ചിന്തിച്ച് ഒരു അൽഗോരിതം നിങ്ങൾ സ്വയം എഴുതാൻ പ്രാപ്തമാകുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. ഓക്കെ. നിങ്ങൾക്ക് ഒരു സ്വയം ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നത് ലോജിക്കലി നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും. സോ സ്വയം ഈ പ്രോബ്ലത്തിനൊരു അൽഗോരിതം നിങ്ങൾ എഴുതുക. തെറ്റിക്കോട്ടെ, തെറ്റുന്നത് എനിക്ക് വിഷയമല്ല. ബട്ട് യു മസ്റ്റ് റൈറ്റ് ഇറ്റ് അലോൺ. വെബ്സൈറ്റ് ഒന്നും ചെക്ക് ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾക്കറിയാം, ഈ PPT നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സൊല്യൂഷൻ കിടപ്പുണ്ട്. നോക്കി എഴുതിയാലേ എനിക്കറിയാം. ഓക്കെ. സോ നിങ്ങൾ സ്വയം എഴുതിയാലും എനിക്കറിയാം. ഓക്കെ. അപ്പോൾ സ്വയം എഴുതാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെൻറ്റ്. ഇന്ന് പഠിപ്പിച്ചതിൻ്റെ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിനൊരു അൽഗോരിതം എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. ഓക്കെ. താങ്ക് യു.